Hi guys, it's me, the Malu Banker. So welcome back to a new video. In this video, we will be discussing about the SBI Clerk Mains GA strategy. അപ്പോൾ ജി എ എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒട്ടുമിക്ക എല്ലാവരുടെയും ഒരു നൈറ്റ്മെയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. എങ്ങനെ അതിനെ ടാക്കിൾ ചെയ്യാം, എങ്ങനെ ഈ ഒരു 30 ഡേയ്സ്, അതായത് നമ്മുടെ മെയിൻസ് എന്ന് പറയുന്നത് 10th ഏപ്രിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു 30 ഡേയ്സ് കൊണ്ട് എങ്ങനെ ജി എനെ മാക്സിമം പഠിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഏതൊക്കെയാണ് മോസ്റ്റ് വെയിറ്റേജ് ആയിട്ടുള്ള ടോപ്പിക്ക്, സ്കിപ്പ് ചെയ്യേണ്ട ടോപ്പിക് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെയും ഞാൻ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ എനിക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്, അതിൽ ഞാൻ PDF സോഴ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതിനൊക്കെ വേണ്ടിയിട്ട് ടെലിഗ്രാമും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എത്ര മാസത്തെ ജി എ വേണം പഠിക്കാൻ? ആദ്യം അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. 6 മന്ത്സിലെ ജി എ വേണം നമുക്ക്. എത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു മന്ത്സാണ് 6 മന്ത്സ് എന്ന് പറയുന്നത്. ബട്ട് കഴിഞ്ഞ RRB PO മെയിൻസിനൊക്കെ 1 ഇയർ ആയിട്ടുള്ള ജി എ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. എന്നാലും അതിൻ്റെ എണ്ണം, അതായത് ക്വസ്റ്റ്യൻ്റെ നമ്പർ എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് സമയം വേസ്റ്റ് ചെയ്യേണ്ട. ഇതുവരെ നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ 6 മാസത്തെ ജി എ ആണ് ഏറ്റവും മാക്സിമം പഠിച്ചിരിക്കേണ്ടത്. 6 മാസത്തെ ജി എന്ന് പറയുമ്പോൾ അതിൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ചിൽ തന്നെ ഒരു 10 to 15 ഡേയ്സ്, ഫസ്റ്റ് 10 to 15 ഡേയ്സ് വരെയുള്ള ജി എം നോക്കിയാൽ മതിയാകും. അതിൽ തന്നെ നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി ഇത്രയും മാസമാണ് ഏറ്റവും ക്രൂഷ്യലായിട്ട് നോക്കേണ്ടത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാസങ്ങളെന്ന് പറയുന്നത് നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി ആണ്. ഇപ്പോൾ ഒക്ടോബറിൽ നിങ്ങൾക്ക് നോബൽ പ്രൈസസ് ആണ് ഒക്ടോബറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടന്ന കാര്യം. സോ ആ നോബൽ പ്രൈസസ് മാത്രം ജസ്റ്റ് ഒന്ന് പഠിച്ചാലും മതിയാകും. ബാക്കി ഏരിയാസ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ടൈം ഉണ്ടെങ്കിൽ പഠിക്കാം, ടൈം ഇല്ല എങ്കിലുള്ള കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, ദെൻ ഡിസംബർ, നവംബർ, ജാനുവരി, ഫെബ്രുവരി ഇതിൽ തന്നെ ഏത് വേണം ആദ്യം പഠിക്കാൻ? ആദ്യം ഫെബ്രുവരി മന്ത് വേണം എടുക്കാൻ. ദെൻ അതല്ല എങ്കിൽ ജാനുവരി. ഓക്കെ, ഇപ്പോൾ ഫെബ്രുവരിയുടെ PDF സോഴ്സസ് ഒക്കെ മൊത്തമായും അവൈലബിൾ ആവാനുള്ള ഒരു സാധ്യത കുറവാണ്. ചിലപ്പോൾ ചില സോഴ്സസ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്നതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടും അവൈലബിൾ ആയി വന്ന് കാണത്തില്ല. സോ അതുകൊണ്ട് ആദ്യം ജാനുവരി വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജാനുവരി ആ ഒരു 1 മന്ത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഫെബ്രുവരി അപ്പോഴേക്കും ഫുൾ അവൈലബിൾ ആകും. അതല്ല എങ്കിൽ ഡിസംബർ, അത് ഏത് വേണമെങ്കിലും എടുക്കാം. ആദ്യം അപ്പോൾ ജാനുവരി സെലക്ട് ചെയ്യുക. ജാനുവരിയിൽ തന്നെ ജാനുവരിയിൽ നിന്നല്ല, ഏതിലാണെങ്കിലും ഏറ്റവും വെയ്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും മെയിനായിട്ട് നോക്കേണ്ടത് ബാങ്കിങ് ആൻഡ് ഫിനാൻസ് നോക്കണം. അതുപോലെ തന്നെ നാഷണൽ ഇൻ്റർനാഷണൽ അഫയേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ സ്കീംസ് ഉണ്ട്. ദെൻ അങ്ങനെയുള്ള ടോപ്പിക്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ PDF കാണിച്ച് തന്നെ പറഞ്ഞു തരാം. അതിനു മുൻപ് ജനറൽ അവയർനെസ് എന്ന് പറയുന്നതിനെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. ഓക്കെ, ജനറൽ അവയർനെസ് എന്ന് പറയുമ്പോൾ അതിൽ കറണ്ട് അഫയേഴ്സ് വരും, ദെൻ സ്റ്റാറ്റിക് ബാങ്കിങ് അവയർനെസ് വരും, സ്റ്റാറ്റിക് ജനറൽ അവയർനെസ് വരും, ദെൻ സ്റ്റാറ്റിക് കറണ്ട് അഫയേഴ്സ് വരും, ദെൻ നെക്സ്റ്റ് ആണ് സ്കീംസ്. ഇങ്ങനെ 3ആയിട്ട് വേണം നമ്മളുടെ ജനറൽ അവയർനെസ്സിനെ തിരിക്കാൻ. അതിൽ തന്നെ കറണ്ട് അഫയേഴ്സിന് ഓൾമോസ്റ്റ് ഒരു 30 to 40 മാർക്സിന് വരെയുള്ള ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയേഴ്സിൽ നിന്ന് തന്നെ ആയിരിക്കും വരുന്നത്. ദെൻ ഒരു 5 to 10 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു സ്റ്റാറ്റിക് ഏരിയയിൽ നിന്നും വരുന്നത്. സ്കീംസിൽ നിന്നും ഒരു 2 to 4 ക്വസ്റ്റ്യൻസ് വരെ വരാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു 3 ഏരിയാസിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് കറണ്ട് അഫയേഴ്സിന് തന്നെയാണ്. കറണ്ട് അഫയേഴ്സ് പഠിച്ചതിന് ശേഷം നമ്മൾക്ക് സ്റ്റാറ്റിക് ബാങ്കിങ്ങോ അതല്ലെങ്കിൽ സ്റ്റാറ്റിക് ജനറൽ അവയർനെസ്സിനോ ടൈം കൊടുക്കാം. ദെൻ അത് കഴിഞ്ഞിട്ട് സ്കീംസിന് കൊടുക്കാം. ഓക്കെ, സ്കീംസ് എന്നൊക്കെ പറയുന്നത് നല്ല വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അത് നല്ല രീതിയിൽ അതായത് പഠിക്കുന്നത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ്സ് വരാൻ, നെഗറ്റീവ് മാർക്കിംഗ്, അതായത് ഒരു സ്കീമിൻ്റെ ഇപ്പോൾ എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയറും വേറൊന്നിൻ്റെ വേറെയും ആയിരിക്കും. അപ്പോൾ അത് തമ്മിൽ തിരിഞ്ഞു പോകാനും ഒക്കെയുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ സ്കീംസ് ഒക്കെ പഠിക്കുമ്പോൾ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ച് വേണം മുൻപോട്ട് പോകാൻ. ഓക്കെ, ദെൻ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം അത്രയും നല്ലൊരു വെയിറ്റേജ് ആണ് ഈ ഒരു സെക്ഷന് ഉള്ളത്. ഓക്കെ, ദെൻ കറണ്ട് അഫയേഴ്സിൽ തന്നെ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഏതിനു വേണ്ടിയിട്ടാണ്? ഇൻ്റർനാഷണൽ അഫയേഴ്സ്, അതുപോലെ തന്നെ നാഷണൽ അഫയേഴ്സ്, ദെൻ ബാങ്കിങ് റിലേറ്റഡ് ന്യൂസ്. ഇത് SBIയുടെ എക്സാം ആയതുകൊണ്ട് SBI റിലേറ്റഡ് ന്യൂസ്, ദെൻ ഇക്കണോമി, ദെൻ റാങ്കിങ്,
അങ്ങനെയുള്ള ഏരിയാസിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. പിന്നെ കുറച്ച്, അതായത് ഇമ്പോർട്ടൻസ് കുറവ് വരേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ സ്പോർട്സ്, സയൻസ് ആൻഡ് ടെക്നോളജി, ഇമ്പോർട്ടൻറ്റ് ഡേയ്സ്, ഒബിച്വറീസ്. ഇതൊക്കെ നിങ്ങൾക്ക് എന്താണ് ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വന്നാലായി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യനാണ് കൂടുതലും വരുന്നത്. അതിൽ കൂടുതൽ വരാനുള്ള ചാൻസസ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ഏരിയാസൊക്കെ സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അതിലും കൂടുതൽ പ്രാധാന്യം ഇൻ്റർനാഷണൽ അഫയേഴ്സിനും നാഷണൽ അഫയേഴ്സിനും ബാങ്കിങ് ആൻഡ് ഫിനാൻസിനും SBI ഇൻ ന്യൂസിനും RBI ഇൻ ന്യൂസ്, സെബി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ്, കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് കൂടുതൽ കണ്ടൻറ്റ്, അതായത് എക്സാം റെലവൻറ്റ് കണ്ടൻറ്റ്സ് പഠിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അത്രയുമാണ് കറണ്ട് അഫയേഴ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. അത് തന്നെ നിങ്ങൾ എവിടെ നിന്ന് വേണം ഈ ഏരിയാസൊക്കെ കവർ ചെയ്യാൻ, അങ്ങനെയുള്ള ഒരു ഡൗട്ട് എല്ലാവർക്കും കാണും. അപ്പോൾ പല സോഴ്സസ് നമ്മൾക്ക് അവൈലബിൾ ആണ്. അഫയേഴ്സ് ക്ലൗഡ് ഉണ്ട്, ഗൈഡ്ലി ഉണ്ട്, ദെൻ കപിൽ കാത്പാൽ സാറിൻ്റെ ക്ലാസ്സസ് ഉണ്ട്. അങ്ങനെ പലതരം സോഴ്സസ് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ തന്നെ ഞാൻ ഫോളോ ചെയ്യുന്നത് അഫയേഴ്സ് ക്ലൗഡിൻ്റെ ഫ്രീ PDF ആണ്. ഫ്രീ അല്ല, മീൻസ് ടെലഗ്രാമിലൊക്കെ നമ്മൾക്ക് ലഭിക്കുന്ന PDF ആണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെയും പഠിച്ചിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ അഫയേഴ്സ് ക്ലൗഡിൻ്റെ വീക്ക്ലി ഓർ മന്ത്ലി, ഓക്കെ, വീക്ക്ലി ഓർ മന്ത്ലി PDFs വേണം എടുക്കാൻ. ഡെയിലി PDFs എടുക്കരുത്, വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി വേണം എടുക്കാൻ. അതിൽ തന്നെ പോക്കറ്റ് PDFs എടുക്കുന്നതായിരിക്കും നല്ലത്. ആ ഒരു ഒരു മന്തിന് ഒരു 5 ഡേയ്സ് 5 ഡേയ്സ് വേണം ഒരു മന്തിന് കൊടുക്കാൻ. അങ്ങനെയാണെങ്കിൽ 6 മാസത്തിന് നമുക്ക് 30 ഡേയ്സ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ടാർഗറ്റ് വേണം കൊടുക്കാൻ. അതിൽ തന്നെ 6 മാസത്തിൽ ഒക്ടോബർ ഒന്നും ഫുൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ഒരു 5 ഡേയ്സ് ഒരു മന്തിന് കൊടുത്തിട്ട് ഒരു ഡേ എന്താണ് ആ ഒരു മന്തിൻ്റെ റിവിഷന് വേണ്ടി കൊടുക്കാം. ഓക്കെ, അങ്ങനെ ഒരു സ്ട്രാറ്റജിക് പ്ലാനിങ്ങോട് കൂടി വേണം എന്താണ് പഠിക്കാൻ തുടങ്ങാൻ. പഠിക്കുമ്പോൾ തന്നെ അവിടുന്നും ഇവിടുന്നും ചുമ്മാ സ്കാറ്റേർഡ് ആയിട്ട് പഠിക്കാതെ ആ ഒരു പെർഫെക്റ്റ് പ്ലാനിങ്ങോട് കൂടി തന്നെ പഠിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ നല്ല ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാനും പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പറ്റും. ഈ ഒരു 30 ഡേയ്സാണ് നമ്മളുടെ മുൻപിലുള്ളത് എന്നുള്ള ആ ഒരു കണക്ക് കൂട്ടലിൽ തന്നെ വേണം മുൻപോട്ട് പോകാൻ. അതുകൊണ്ട് ഒരു മന്തിന് ഒരു 5 ഡേയ്സ് വേണം കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു മന്ത്ലി PDF ആണ് എടുക്കുന്നതെങ്കിൽ ഒരു പോക്കറ്റ് PDF, അതായത് ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. ഓക്കെ, ഇത് അഫയേഴ്സ് ക്ലൗഡിൻ്റെ പോക്കറ്റ് PDF ആണ്. ഇത് കിട്ടുന്ന ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ടെലിഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്. പബ്ലിക്കായിട്ട് നമുക്ക് അങ്ങനെ അത് എക്സ്പോസ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ടെലിഗ്രാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. സോ ഇതൊരു പോക്കറ്റ് PDF ആണ്. ഇതിൽ നോക്കുക, നാഷണൽ അഫയേഴ്സിൽ തന്നെ ക്യാബിനറ്റ് അപ്രൂവൽസ് ഉണ്ട്, സ്റ്റേറ്റ് വൈസ് നാഷണൽ അഫയേഴ്സ് ഉണ്ട്, ലോഞ്ചസ് ആൻഡ് ഇനാഗുറേഷൻസ് ഉണ്ട്, ഫെസ്റ്റിവലൊക്കെ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ദെൻ അടുത്തതാണ് ഗവൺമെൻറ് സ്കീംസ് പഠിക്കണം. ദെൻ ഇൻ്റർനാഷണൽ അഫയേഴ്സ്, ദെൻ വിസിറ്റ്സ് ഒക്കെ എന്താണ് ഒത്തിരി, അതായത് ഇന്ത്യയിലോട്ട് വന്നിട്ടുള്ള വിസിറ്റ്സ് ആണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻറ്റ്. ദെൻ അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റേഴ്സൊക്കെ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ഓണേഴ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, അവർക്ക് എന്തെങ്കിലും ബഹുമതികളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കണം, അങ്ങനെയുള്ള ഏരിയാസ് നോക്കണം. ദെൻ ബാങ്കിങ് ആൻഡ് ഫിനാൻസ്, ദെൻ അതിൽ വരുന്നതാണ് RBI, സെബി, ലോൺ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, MOUs ആൻഡ് എഗ്രിമെൻറ്റ്സ്, ഫിനാൻഷ്യൽ ന്യൂസ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ MOUs ആൻഡ് എഗ്രിമെൻറ്റ്സ് ഉണ്ട്, GDP ആൻഡ് ഗ്രോത്ത് റേറ്റ്. ഇപ്പോൾ GDP എന്ന് പറയുമ്പോൾ അത് എന്താണ്, നമ്മുടെ എക്സാം നടക്കുന്നതിന് മുൻപുള്ള മാസത്തിൽ, അതായത് ഒരു ഫെബ്രുവരി മന്തിലെ GDP റേറ്റ് ഒക്കെ പഠിച്ചു വെച്ചാൽ മതി. അതല്ലാണ്ട് എല്ലാ മാസത്തിലെയും പഠിച്ച് കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. ദെൻ MOUs ആൻഡ് എഗ്രിമെൻറ്റ്സ് നോക്കണം. ദെൻ അപ്പോയിൻമെൻറ്റ്സ് ആൻഡ് റെസിഗ്നേഷൻസ്, ആ ഒരു ഏരിയ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ അല്ല. ദെൻ അതും ഇൻ്റർനാഷണൽ അപ്പോയിൻമെൻറ്റ്സ് നോക്കിയാലും മതി, നാഷണൽ അപ്പോയിൻമെൻറ്റ്സ് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. ദെൻ അവാർഡ്സ് ഒക്കെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ദെൻ സമ്മിറ്റ്സ്, ഇവൻറ്റ്സ് ആൻഡ് കോൺഫറൻസ്, ദെൻ ഇൻഡെക്സ് ആൻഡ് റാങ്കിങ്, ഇത് നോക്കണം, ഈ ഏരിയ നോക്കണം. അക്വിസിഷൻ ആൻഡ് മെർജേഴ്സ് നോക്കണം. സയൻസ് ആൻഡ് ടെക്നോളജി സ്കിപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ഓരോ എക്സസൈസുകൾ, ഓരോ കൺട്രി വൈസും ചേർന്നിട്ടുള്ള എക്സസൈസുകൾ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. മേ ബി അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസസ് ഉണ്ട്. ദെൻ സ്പോർട്സ് സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് പഠിക്കാൻ ടൈമുണ്ട്, താല്പര്യമുണ്ടെങ്കിൽ പഠിക്കാം. എന്നാലും നമ്മൾ എന്താണ് ക്വസ്റ്റ്യൻസിന് കൂടുതൽ വെയിറ്റേജ് ഉള്ള ഏരിയാസിന് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ബുക്സ് ആൻഡ് ഓതേഴ്സ് സ്കിപ്പ് ചെയ്യാം, ഒബിച്ചറീസ് സ്കിപ്പ് ചെയ്യാം, ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് സ്കിപ്പ് ചെയ്യാം. ദെൻ എൻവയോൺമെൻറ്റ്, ഈ ഏരിയാസൊക്കെയും സ്കിപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പോക്കറ്റ് PDFൽ നിങ്ങൾക്ക് എന്താണ് ഒത്തിരി വാസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല കിട്ടുന്നത്, വാസ്റ്റ് ആയിട്ടുള്ള എന്താണ് ഏരിയാസ് അല്ല, ജസ്റ്റ് ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും കിട്ടുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു പോക്കറ്റ് PDF, ഇതെന്ന് പറയുന്നത് ഒരു 100 ആൻഡ് സംതിങ് 121 പേജസ് ഉള്ള ഒരു പോക്കറ്റ് PDF ആണ്. ഇത് ഒരു
5 ദിവസം കൊണ്ട് എന്ത് ചെയ്യുക, ഒരു കംപ്ലീറ്റ് ചെയ്യുക. 5 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഇപ്പോൾ ഒരു ദിവസം പഠിച്ചു, ആ ഒരു ദിവസം പഠിക്കുന്നത് ദെൻ നെക്സ്റ്റ് ഡേ നിങ്ങൾ അടുത്ത ടോപ്പിക്ക് പഠിക്കാൻ എടുക്കുന്നതിന് മുൻപ് ഈ പഠിച്ച ഏരിയ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഡേ ഇന്ന് അരമണിക്കൂർ എടുത്ത ഏരിയ ആണെങ്കിൽ നാളെ അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാൻ ചിലപ്പോൾ ഒരു 10 മിനിറ്റേ എടുക്കുകയുള്ളൂ. അങ്ങനെ അത് അപ്പോൾ എക്സ്ട്രാ ഒരു റിവിഷനും കൂടെ അതിനാവുകയാണ് നെക്സ്റ്റ് ഡേ ഒന്നുകൂടെ വായിക്കുമ്പോൾ. അപ്പോൾ അത് നമ്മളുടെ മൈൻഡിൽ കുറേ കൂടെ റീറ്റെയിൻ ആകും. ദെൻ നെക്സ്റ്റ് ഡേ എന്ത് ചെയ്യുക, ആ ഇന്ന് പഠിച്ചതും ഇന്നലെ പഠിച്ചതും കൂടെ അതിൻ്റെ മൂന്നാമത്തെ ദിവസം എടുക്കുമ്പോൾ അതും കൂടി നോക്കുക. ഓക്കെ, അങ്ങനെ 5 ദിവസം പഠിച്ചു തീരുമ്പോൾ ഈ 5 ദിവസത്തെ റിവിഷനും ആ കൂടെ തന്നെ വന്നു പോകണം. ഓക്കെ, ജസ്റ്റ് ഒരു ടൈമെങ്കിലും അത് വായിച്ചു പോകണം. ദെൻ നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ അഫയേഴ്സ് ക്ലൗഡിൻ്റെ തന്നെ MCQ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിരിക്കും. ആ MCQ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, നെക്സ്റ്റ് ഡേ ഫുൾ ഇരുന്ന് റിവൈസ് ചെയ്യുക. PDF തന്നെയാണ്, അത് റിവൈസ് ചെയ്യുക. അതല്ലാതെ നിങ്ങൾക്ക് ജാനുവരി മന്തിൻ്റെയൊക്കെ മാരത്തോൺ ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഇപ്പോൾ കപിൽ കാത്പാൽ സാർ എന്നൊക്കെ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ഓരോ ടീച്ചേഴ്സിൻ്റെയൊക്കെ മാരത്തോൺ ക്ലാസ്സസ് അവൈലബിൾ ആണ്. ആ ക്ലാസ്സസ് കണ്ടു നോക്കുക. അങ്ങനെ ഒരു സ്ട്രാറ്റജിക് ആയിട്ട് പ്ലാൻ ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് അത്ര ഒരു ബേർഡൻ ആയിട്ട് തോന്നുകയില്ല. അതുപോലെ തന്നെ എങ്ങനെ വേണം കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ. ഇപ്പോൾ ഒരു പേജ് എടുത്തു, ഇപ്പോൾ നാഷണൽ അഫയേഴ്സിൻ്റെ ക്യാബിനറ്റ് അപ്രൂവൽസ് പഠിക്കുകയാണെങ്കിൽ ആ ഒരു ഫസ്റ്റ് ഇതെന്ന് പറയുന്നത് PM മോദി എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന ആൻഡ് റീസ്ട്രക്ചർഡ് വെതർ ബേസ്ഡ് ക്രോപ്പ് ഇൻഷുറൻസ് സ്കീമിന് വേണ്ടിയിട്ടുള്ള അത് കണ്ടിന്യൂ ചെയ്യാനുള്ള അപ്രൂവൽ കൊടുത്തു. അതിൻ്റെ ഓവറോൾ ഔട്ട്ലേ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, 69,515. അപ്പോൾ അത് ഒരാളെ പഠിപ്പിച്ച് കൊടുക്കുന്ന രീതിയിൽ വേണം പഠിക്കാൻ. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻസ്, അതായത് വാട്ട്, വിച്ച് എന്നുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ച് വേണം പഠിക്കാൻ. അതായത് പ്രധാനമന്ത്രി ഏത് യോജനയ്ക്കാണ് കണ്ടിന്യൂ ചെയ്യാനുള്ള അപ്രൂവൽ കൊടുത്തത്, ഏതാണ് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന, അതുപോലെ തന്നെ റീസ്ട്രക്ചർഡ് വെതർ ബേസ്ഡ് ക്രോപ്പ് ഇൻഷുറൻസ് സ്കീമും എത്ര നാളത്തേക്കാണ്, 25 to 26 വരെ, ഔട്ട്ലേ എത്രയാണ്, 69,515.71 crore, എന്ന് മുതൽ എന്ന് വരെയാണ്, 21, 22 to 25, 26. അങ്ങനെ ക്വസ്റ്റ്യൻസ് നമ്മൾ തന്നെ ചോദിച്ച് പഠിക്കുമ്പോൾ ആ ഒരു പഠിക്കുന്ന കാര്യം കുറച്ചുകൂടെ റീറ്റെയിൻ ചെയ്യാനുള്ള എളുപ്പമാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അത് പഠിച്ചു നോക്കൂ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ്, അതായത് പഠിക്കുന്നു ആ ഒരു ഏരിയയുടെ ക്വസ്റ്റ്യൻസ് നമ്മളോട് തന്നെ ചോദിച്ചു നോക്കുമ്പോൾ ആ ഒരു പഠിക്കുന്ന ആ ഒരു ഇൻറ്റൻസിറ്റി, നമുക്ക് ആ മൈൻഡിൽ റീറ്റെയിൻ ചെയ്ത് വെക്കുന്ന ഇൻറ്റൻസിറ്റി കൂടാൻ ചാൻസസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ക്വിസസ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോംസ് ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാം. പ്രാക്ടീസ് മോക്കിൻ്റെ ഇൻ്റർഫേസ് ആണ്. ഇവിടെ ടെസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾ ഫ്രീ ആയിട്ടുള്ള മെയിൻസിൻ്റെ ടോപ്പിക് ടെസ്റ്റുകൾ അവൈലബിൾ ആയിരിക്കും. സോ ഇവിടെ കറണ്ട് അഫയേഴ്സ് എന്നുള്ള ഏരിയ ഉണ്ട്. ഇങ്ങനെ കാണിച്ചു തരുന്നത് ചില കമൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്, ഇത് ഇവിടെ കിടക്കുന്നു എന്നറിയില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഇതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് ഫെബ്രുവരി വീക്കിൻ്റെ നോക്കാം, വീക്ക് 4ൻ്റെ തന്നെ 2 ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. 20 മിനിറ്റ്സിലുള്ള 2 ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. നല്ല ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഈ ഒരു ടെസ്റ്റിൽ അവൈലബിൾ ആവുന്നത്. ഇവിടെയുള്ളത് വീക്ക്ലി ക്വിസസ് ആണ്. അപ്പോൾ ഒരു വീക്കിന് തന്നെ 2 സെറ്റ് കിട്ടും. അങ്ങനെ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു റിവിഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുള്ളത് നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ അതും കൂടി ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, പഠിച്ചു നോക്കുക. അപ്പോൾ അത്രയും ആ ഒരു ഏരിയ, അപ്പോൾ 2 സോഴ്സ് യൂസ് ചെയ്തതിൻ്റെ ഫലമാണ് അവിടെ കിട്ടുന്നത്. പ്രാക്ടീസ് മോക്കിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെയും പ്രാക്ടീസും നടക്കും. അത് കഴിഞ്ഞിട്ട് അത് അറിയത്തില്ല എങ്കിൽ ആ ഒരു ആൻസേഴ്സ് അനലൈസ് ചെയ്യുമ്പോൾ അതും പഠിക്കും. അതുപോലെ തന്നെ നേരത്തെ പഠിച്ച ആ ഒരു കറണ്ട് അഫയേഴ്സിൻ്റെ സോഴ്സ് നിങ്ങൾക്ക് ഓൾറെഡി മൈൻഡിൽ അവൈലബിളും ആയിരിക്കും. അതുകൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാരത്തോൺ ക്ലാസ്സസും ചെയ്യാം. ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്നത് കൊണ്ടാണ് ഇത് കാണിച്ചു തന്നത്. അതല്ലാതെ സ്മാർട്ട് കിഡായാലും ക്വിസസ് അവൈലബിൾ ആണ്. അതുപോലെ ഗൈഡ്ലിയിലും ക്വിസസ് അവൈലബിൾ ആണ്. ഗൈഡ്ലിയിൽ എനിക്ക് തോന്നുന്നു ഫ്രീ ആയിട്ട് ഡെയിലി ബേസിൽ തന്നെ ക്വിസസ് അവൈലബിൾ ആണ്. അപ്പോൾ ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഡെയിലി ക്വിസസ് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോൾ ഡെയിലിയിൽ കുറച്ചുകൂടി വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും വരുന്നത്. അതുകൊണ്ടാണ് വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടീസ് മോക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതുപോലെ തന്നെ അഫയേഴ്സ് ക്ലൗഡിൻ്റെ ബാങ്കിങ് അവയർനെസ്സിൻ്റെയും PDF അവൈലബിൾ ആണ്. സോ ഇത് 1 മന്ത്, അത് ജാനുവരി മന്തിലെ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് ആൻഡ് ഇക്കണോമി മാത്രമുള്ള ന്യൂസാണ്. ഇതിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് RBIയിലെ കാര്യങ്ങളും അതുപോലെ തന്നെ സെബി,
നബാർഡ് അങ്ങനെയുള്ള ഓരോ ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസസ് കുറച്ചുകൂടി വാസ്റ്റായിട്ട് കുറച്ചുകൂടി ഡെപ്തിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കറണ്ട് അഫയേഴ്സിൻ്റെ പോക്കറ്റ് PDF കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു PDF കൂടി നോക്കുക. നിങ്ങൾക്കിത് കിട്ടുന്നില്ല എങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഞാനത് ഒന്നെങ്കിൽ നമ്മളുടെ ടെലിഗ്രാമിൽ തന്നെ അത് അപ്ലോഡ് ചെയ്യാം. അതല്ലാതെ ഏത് ടെലിഗ്രാമിൽ നിന്നാണ് കിട്ടുന്നത് എന്നുള്ള ലിങ്ക് ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയാലും മതി. അവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കറണ്ട് അഫയേഴ്സിന് കൂടുതലും നിങ്ങൾ സ്മാർട്ട് സ്റ്റഡി വേണം ചെയ്യാൻ. ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് ഒത്തിരി ഓവർ സ്ട്രെയിൻ ചെയ്യരുത്. കാരണം കറണ്ട് അഫയേഴ്സ് ഒത്തിരി പഠിച്ചെന്ന് വെച്ചാലും ആ ഒരു ടൈമിൽ റീറ്റെയിൻ ആയെങ്കിൽ മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, എക്സാമിന് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതല്ലാണ്ട് നമുക്ക് കൂടുതലും മാർക്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് നമ്മളുടെ റീസണിങ്ങും ക്വാൺസും ഒക്കെ. അതുകൊണ്ട് അതിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്രാക്ടീസ് ചെയ്യുക. ഇതും സ്കിപ്പ് ചെയ്യാതെ അതിൻ്റെ കൂടെ തന്നെ ചെയ്യുക. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് GAക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.